സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റിവിഷൻ സീരീസ് 13 ആണ് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 എക്സാമിന്റെ സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ട്, എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റിവിഷൻ സീരീസ് 13 വരെ എത്തിയിട്ടുണ്ട് അല്ലേ. റിവിഷൻ സീരീസ് 12 വരെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നത് മൊഡ്യൂൾ 1, 2, 3 ഏരിയാസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് അല്ലേ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ മൊഡ്യൂൾ 4 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 4-ലെ ലിൻഡൽ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർച്ച് എന്നുള്ള ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡോസ് ആൻഡ് വിൻഡോസും അതുപോലെ തന്നെ റൂഫുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ ഇതാണ് സിലബസ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വൈഡായിട്ട് തന്നെ തോന്നുന്നതാണ്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ഒരു സിലബസ് തന്നെയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലേ. ഡോർസ് ആൻഡ് വിൻഡോസിൽ നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ കുറച്ചുകൂടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മളെ സിലബസിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലേ. ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പൊസിഷനിങ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ലൈറ്റനിങ് ആൻഡ് വെന്റിലേഷൻ അല്ലേ. പിന്നെ ടൈപ്സ് ആൻഡ് സൈസസ് ആസ് പെർ റിലവൻറ്റ് കോഡ്സ്, പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡോർസ്, ഫ്ലഷ് ഡോർ, റിവോൾവിംഗ് ആൻഡ് കൊളാപ്സിബിൾ ഡോർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ റോളിംഗ് ആൻഡ് സ്ലൈഡിങ് വിൻഡോസ് അല്ലേ. പിന്നെ വിൻഡോസിൽ വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ. പിന്നെ ഫിറ്റിംഗ്സ് ഫോർ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ റൂഫിലേക്ക് വരികയാണെങ്കിൽ റൂഫിൽ പറഞ്ഞിട്ടുള്ളത് ഡെഫിനിഷൻ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റൂഫിംഗ് വിത്ത് റെസ്പെക്ട് ടു ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പിച്ച്ഡ് ആൻഡ് ഫ്ലാറ്റ് റൂഫ്, പിന്നെ കപ്പിൾ റൂഫ്, പിന്നെ അതുപോലെ തന്നെ കപ്പിൾ ക്ലോസ് ആൻഡ് കോളാർ റൂഫ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രസ്സസ് ഫോർ പിച്ച്ഡ് റൂഫ്, പിന്നെ വുഡൻ ആൻഡ് സ്റ്റീൽ ട്രസ്സസ്, റൂഫ് കവറിംഗ് ഫോർ പിച്ച്ഡ് റൂഫ്, AC ഷീറ്റ്, GI കോറഗേറ്റഡ് ഷീറ്റ്, അലൂമിനിയം ഷീറ്റ്, PVC ഷീറ്റ്, മെത്തേഡ് ഓഫ് അറേഞ്ചിങ് ആൻഡ് ഫിക്സിംഗ് ടു ദ ബാറ്റേൺസ്, റാഫ്റ്റേഴ്സ് ആൻഡ് പർലിൻ RCC റൂഫ് സ്ലാബ്സ് വിത്ത് ബീംസ്, ഫ്ലാറ്റ് ആൻഡ് സ്ലോപ്പ് സ്ലാബ്സ് അല്ലേ. പിന്നെ ഫ്ലാറ്റ് സ്ലാബ് കൺസ്ട്രക്ഷൻ, വെതർ പ്രൂഫ്, കോസ്റ്റ് ടു ഫ്ലാറ്റ് റൂഫ്, റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഫ്ലോർ ഫിനിഷ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അല്ലേ നമുക്ക് നമ്മളെ റൂഫിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അധികവും ഡിസ്കസ് ചെയ്യുക. അല്ലാണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളും കൂടെ നോക്കുക. അല്ലെങ്കിൽ അധികം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയാസ് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോർസ് ആൻഡ് വിൻഡോസും അതുപോലെ തന്നെ റൂഫും ആണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോസ് എടുക്കാം അല്ലെ. ഡോർസ് ആൻഡ് വിൻഡോസ് എടുക്കുകയാണെങ്കിൽ ഡോർസ് ആൻഡ് വിൻഡോസിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? അപ്പൊ നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് ഡോറ്, എന്താണ് വിൻഡോ എന്നുള്ളത് പറയാം അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഡോർസ് അല്ലെ. ഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ അല്ലെ. ഡോർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഹൊറിസോണ്ടൽ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ തന്നെ ഗിവ് ആക്സസ് ടു യൂസേഴ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് അല്ലെ. നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്കുള്ള ആക്സസ് അല്ലെ. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഡോർസ് വേണം അല്ലെ. അപ്പം അതാണ് നമ്മൾ ഡോർ എന്നുള്ള ടേമിനെ കൊണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൻഡോ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേലൈറ്റും അതുപോലെ തന്നെ വിഷനും വെന്റിലേഷനും ഒക്കെ കിട്ടേണ്ടിയിട്ടാണല്ലേ നമ്മൾ വിൻഡോസ് കൊടുക്കുന്നത്. അപ്പം അതാണ് ബേസിക് ആയിട്ട് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ബേസിക് കാര്യം പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതിയാലോ. ഡോർ അല്ലേ. ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ സർക്കുലേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ gives access to users ഓഫ് സ്ട്രക്ചർ അല്ലെ. സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിനുള്ളിലേക്ക് ആക്സസ് കിട്ടേണ്ടിയിട്ട് അല്ലെ. അതേപോലെ തന്നെ വിൻഡോ നോക്കുകയാണെങ്കിലോ, വിൻഡോ അല്ലെ. വിൻഡോനെ പറയുന്ന സമയത്ത് പ്രൊവൈഡ്സ്, എന്തിനാണ് കൊടുക്കുന്നത്? പ്രൊവൈഡ്സ്
ഡേ ലൈറ്റ്, അതുപോലെ തന്നെ വിഷൻ ആൻഡ് വെന്റിലേഷൻ അല്ലേ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിൻഡോ കൊടുക്കുന്നത് അല്ലെ. വിൻഡോ എന്നുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡോറിന്റെയും വിൻഡോന്റെയും അല്ലെ, ഡോറിന്റെയും വിൻഡോന്റെയും മിനിമം വിഡ്ത്ത് നമുക്ക് നോക്കാം. അത് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിലും പബ്ലിക് ബിൽഡിങ്ങിന്റെ കേസിലും സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വാല്യൂസ് ഒന്ന് നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഡോസ് കൊടുക്കേണ്ടത് അല്ലെ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ മിനിമം വിഡ്ത്ത് ഓഫ് ഡോർ അല്ലെ, മിനിമം വിഡ്ത്ത് ഓഫ് ഡോർ വരുന്നത് എത്രയാണ് നമ്മൾ നോക്കാം. എത്രയാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിൽ മിനിമം വിഡ്ത്ത് ഓഫ് ഡോർ ഇന്റീരിയർ ഡോർസ് ആണ് കേട്ടോ. മിനിമം വിഡ്ത്ത് ഓഫ് ഇന്റീരിയർ ഡോർസ് ആണ്. ഇന്റീരിയർ ഡോർസ് ആണെങ്കിൽ വീടിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഡോർസ് അല്ലെ, അപ്പം അതിന് നമ്മൾ കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ് അതിന്റെ മിനിമം വിഡ്ത്ത് വേണ്ടത്. അതുപോലെ തന്നെ മിനിമം വിഡ്ത്ത് ഓഫ് എക്സ്റ്റീരിയർ ഡോർ ആണെങ്കിലോ, എക്സ്റ്റീരിയർ ഡോർ ആണെങ്കിൽ എത്രയാണ് വരിക? മിനിമം വിഡ്ത്ത് ഓഫ് എക്സ്റ്റീരിയർ ഡോർ ആണെങ്കിൽ 1 മീറ്റർ അല്ലെ, 1 മീറ്റർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഓർത്ത് വെക്കാം. ഇത് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിലാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പബ്ലിക് ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിലോ, പബ്ലിക് ബിൽഡിംഗ് അല്ലെ, പബ്ലിക് ബിൽഡിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം വിഡ്ത്ത് അല്ലെ, മിനിമം വിഡ്ത്ത് എത്രയാണ് വരുന്നത്? പബ്ലിക് ബിൽഡിങ്ങിൽ നമ്മൾ മിനിമം കൊടുക്കേണ്ട വിഡ്ത്ത്, മിനിമം വിഡ്ത്ത് എത്രയാണ് വരുന്നത്? മിനിമം വിഡ്ത്ത് അല്ലെ, മിനിമം വിഡ്ത്ത് നമുക്ക് പബ്ലിക് ബിൽഡിങ്ങിന്റെ കേസിൽ വരുന്നത് 1.2 മീറ്ററും അതുപോലെ തന്നെ ഹൈറ്റ് അല്ലെ, ഹൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 2.1 മീറ്ററുമാണ് ഡോറിൽ വരാന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോറിന്റെ കേസിലാണ് അല്ലെ. ഇനി നമ്മൾ വിൻഡോന്റെ കേസിൽ പറയുകയാണെങ്കിലോ, വിൻഡോ അല്ലെ, വിൻഡോന്റെ കേസിൽ പറയുകയാണെങ്കിൽ വിൻഡോയില് ബ്രെഡ്ത്ത് ആണ് നമുക്ക് അധികം നോക്കേണ്ടത്. ബ്രെഡ്ത്ത് അല്ലെ, ബ്രെഡ്ത്ത് നമ്മൾ കൊടുക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം. നമ്മൾ ഏത് റൂമിലാണോ വിൻഡോ വെക്കുന്നത് ആ ഒരു റൂമിന്റെ വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂമാണ് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബ്രെഡ്ത്ത് കൊടുക്കുക? നമ്മൾ ഏത് റൂമാണ് എടുക്കുന്നത് അതിന്റെ വിഡ്ത്തും ഹൈറ്റിന്റെയും വിഡ്ത്ത് പ്ലസ് ഹൈറ്റിന്റെ 1/8 ആണ് നമ്മൾ ബ്രെഡ്ത്ത് കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക വിൻഡോന്റെ കേസിലാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് നോക്കേണ്ടത്. ടെക്നിക്കൽ ടേംസ് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ബേസിക് ആയിട്ട് നോക്കേണ്ട ഒരു ടെക്നിക്കൽ ടേം ആണ് ഫ്രെയിം അല്ലെ. എന്താണ് ഫ്രെയിം എന്ന് പറഞ്ഞാല്? ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു ഡോറിന്റെ സപ്പോർട്ട് അല്ലെ, നമ്മുടെ ഡോറിനോ അല്ലെങ്കിൽ വിൻഡോനോ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് നമ്മൾ ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഗിവ് സപ്പോർട്ട് ഫോർ ഡോർസ് ഓർ വിൻഡോസ് ഷട്ടേഴ്സ് അല്ലെ. അപ്പം ഡോർസ് ഓർ വിൻഡോസ് ഷട്ടേഴ്സിന് സപ്പോർട്ട് കൊടുക്കേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം കൊടുക്കുന്നത്. അപ്പൊ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രെയിം ഗിവ്സ് സപ്പോർട്ട് ഫോർ doors or window shutters അല്ലേ, ഷട്ടേഴ്സ് ആണ്. അതാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രെയിം നോക്കി ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ് അല്ലെ. പിന്നെ നമുക്ക് ഷട്ടർ ആണ് നോക്കാനുള്ളത്. ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഷട്ടർ അല്ലെ, ഷട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെ, ഡോറും വിൻഡോ ഒക്കെ നിങ്ങൾക്ക് അവർ നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു പോർഷൻ അല്ലെ, ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഷട്ടേഴ്സ് ആണല്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഷട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ മൂവബിൾ പാർട്സ് ഓഫ് ഡോർ അല്ലെ, മൂവബിൾ പാർട്സ് ഓഫ് ഡോർസ് ഓർ വിൻഡോസ് എന്ന് പറയാൻ പറ്റും. അപ്പം ഓക്കെ, എന്താണ് ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ മൂവബിൾ പാർട്സ് ഓഫ് ഡോർ ഓർ വിൻഡോസ് അല്ലേ.
അപ്പം അതിനെയാണ് നമ്മൾ ഷട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു ടേമാണ് പാനൽ അല്ലേ. പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is an area of a shutter enclosed between the adjacent rails അല്ലേ. അപ്പം എന്താണ് റെയിൽ എന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലെ. റെയിൽ എന്താണ്? റെയിൽ പറഞ്ഞിട്ട് നമുക്ക് പാനൽ പറയാം. എന്താണ് റെയിൽ എന്ന് പറയുന്നത്? റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആണ് അല്ലെ. നമ്മൾ ഡോറിൽ കൊടുക്കുന്ന, വിൻഡോയിൽ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ റെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ തന്നെ 3 ടൈപ്പ് ഉണ്ട് അല്ലെ. എന്താണ്? ടോപ്പ് റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം റെയിൽ ഉണ്ട്, അതുപോലെ വരുന്ന എന്താണ്? ഇന്റർമീഡിയറ്റ് റെയിൽ അല്ലെ. ഇന്റർമീഡിയറ്റ് ഓർ ക്രോസ് റെയിൽ ഉണ്ട്. അപ്പം എന്താണ് ഈ ഒരു ബോട്ടം റെയിൽ, ടോപ്പ് റെയിൽ എന്നൊക്കെ പറയുന്നത്? അതുപോലെ തന്നെ ലോക്ക് റെയിലും വരുന്നുണ്ട് അല്ലെ. ലോക്ക് റെയിലും കൂടെ ഉണ്ട്. ലോക്ക് റെയിൽ അല്ലെ. അപ്പം എന്താണ് ഈ ടോപ്പ് റെയിൽ, ബോട്ടം റെയിൽ, ഇന്റർമീഡിയറ്റ് റെയിൽ, ലോക്ക് റെയിൽ എന്നൊക്കെ പറയുന്നത് ലോക്ക് റെയിൽ എന്നൊക്കെ പറയുന്നത് ടോപ്പ് റെയിൽ ആണെങ്കിൽ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഷട്ടർ എങ്കിൽ അതിൽ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയുന്നത്. ബോട്ടം റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ഇന്റർമീഡിയറ്റ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഹൊറിസോണ്ടൽ റെയിൽ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. പിന്നെ ലോക്ക് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിഡിൽ ഹൊറിസോണ്ടൽ റെയിൽ അല്ലേ. ലോക്ക് അറേഞ്ച്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഡോർ ആണെങ്കിൽ അതിന് ലോക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു മിഡിൽ ഹൊറിസോണ്ടൽ റെയിലിനെയാണ് നമ്മൾ ലോക്ക് റെയിൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ലോക്ക്? ഓരോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഹൊറിസോണ്ടൽ മെമ്പർ ആണ് നമ്മൾ റെയിൽ എന്ന് പറഞ്ഞു. അതിൽ ടോപ്പ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പർ മോസ്റ്റ് അല്ലേ. ടോപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ബോട്ടം റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ഇന്റർമീഡിയറ്റ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡീഷണൽ ഹൊറിസോണ്ടൽ റെയിൽ ആണ് അല്ലെ. ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽ. അപ്പം അതിനെയാണ് നമ്മൾ ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. പിന്നെ ലോക്ക് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്ക് റെയിൽ അല്ലെ. ലോക്ക് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഹൊറിസോണ്ടൽ റെയിൽ എന്നാണ് നമ്മൾ ഈ ഒരു ലോക്ക് റെയിലിനെ പറയുക അല്ലെ. ലോക്ക് റെയിൽ ആണ്. ലോക്ക് റെയിൽ എവിടെയാണ് നമ്മൾ ലോക്ക് അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നത് അല്ലെ. വേർ ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡഡ് അല്ലെ. പ്രൊവൈഡഡ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പം നമ്മൾ റെയിൽ പറഞ്ഞു. അപ്പം നമ്മൾ പാനൽ പറഞ്ഞപ്പോഴായിരുന്നു അല്ലെ റെയിലിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് പാനലാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ഷട്ടർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ റെയിൽസ് ആണ് അല്ലെ. ഈ ഒരു റെയിൽസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ അല്ലെ, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ഈ ഒരു കംപ്ലീറ്റ് റെയിൽ അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? പാനൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഷട്ടർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ റെയിൽസ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? നെക്സ്റ്റ് നമുക്ക് ഹോൺ എന്നുള്ളത് നോക്കാം. ഹോൺ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡോർ ആണെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ അല്ലെ. അപ്പം അതിനാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഹോൺ എന്ന് പറയുന്നത്? ഹോൺ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ അല്ലെ. പ്രൊജക്ഷൻ ബിയോണ്ട് ദ ഫ്രെയിം അല്ലെ. അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി വെക്കാം.
ഓക്കെ, അപ്പൊ നമ്മൾ ഹോൺ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോൺ നമ്മൾ എത്രയിലാണ് കൊടുക്കുക എന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. 100 to 150 mm ആണ് കേട്ടോ ആ ഒരു ഹോൺ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കണ്ട നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടൈമാണ് റിബേറ്റ് അല്ലെ. റിബേറ്റ് അധികം എക്സാമിന് ഇപ്പൊ ചോദിച്ചു കാണാറുണ്ട്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഓർ റിസേർച്ച് അല്ലെ. അപ്പം നമ്മൾ ഡോറ് റിസീവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു റിസസിനെ നമ്മൾ പറയുന്നതാണ് റിബേറ്റ് എന്ന് പറയുന്നത്. എന്താണ് റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഓ റിസസ് ഫോംഡ് അല്ലെ, ഫോം ടു റിസീവ് ഡോർ അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ റിബേറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിബേറ്റ് എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടേമാണ്. അപ്പം മറന്നു പോരുത്, റിബേറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട എന്താണ് റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിപ്രഷൻ ഓർ റിസേർച്ച് മെയ്ഡ് ഇൻസൈഡ് ദ ഡോർ ഫ്രെയിം ടു റിസീവ് ദ ഡോർ ഷട്ടർ ആണ് അല്ലെ. റിസീവ് ദ ഡോർ ഷട്ടർ ആണ്. അതും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. റിബേറ്റ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റിബേറ്റ് പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് റിവീൽ അല്ലെ. റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് എ ഡോർ ആണ് അല്ലെ. എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് എ ഡോർസ് ഓർ വിൻഡോ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഈ റിവീൽ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ് അല്ലെ. ഈ ഒരു റിവീൽ റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ് ആയിരിക്കും. ആ ഒരു ടേമും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് എ ഡോർ ഓർ വിൻഡോ ഓപ്പണിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ് അല്ലെ. റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അല്ലെ മുള്ളിയനും അതുപോലെ തന്നെ ട്രാൻസോമും. മുള്ളിയൻ നമുക്ക് ആദ്യം പറയാം. മുള്ളിയൻ അല്ലെ. മുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുള്ളിയൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പർ ആണ് അല്ലെ. വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഫ്രെയിം വിച്ച് ഈസ് എംപ്ലോയ്ഡ് ടു സബ് ഡിവൈഡ് എ വിൻഡോസ് ഓർ ഡോർ വെർട്ടിക്കലി അല്ലെ. വെർട്ടിക്കൽ മെമ്പർ ആണ്. നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസിലൊക്കെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെമ്പറിനെ നമ്മൾ മുള്ളിയൻ എന്ന് പറയും. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ട്രാൻസം പറയാം അല്ലെ. ട്രാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഫ്രെയിം വിച്ച് ഈസ് എംപ്ലോയ്ഡ് ടു ഡിവൈഡ് വിൻഡോസ് ഓപ്പണിംഗ് ഹൊറിസോണ്ടലി അല്ലെ. വിൻഡോസിന്റെ ഓപ്പണിങ്ങിനെയൊക്കെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസം എന്ന് പറയും. വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് നമ്മൾ മുള്ളിയൻ എന്നും പറയും. അപ്പൊ നോക്കി വെക്കുക. അപ്പൊ എന്താണ് മുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളിയൻ ഈസ് എ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഫ്രെയിം which is employed to subdivide a window or door vertically അല്ലേ. വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ മുള്ളിയൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസം എന്ന് പറയും അല്ലെ. ട്രാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഫ്രെയിം which is employed to subdivide a window opening horizontally അല്ലേ. ഹൊറിസോണ്ടലി ആണെങ്കിൽ അതിനെ നമ്മൾ
ട്രാൻസ് എന്ന് പറയും. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ടെക്നിക്കൽ ടേംസ് ആണ് നമുക്ക് ഡോസ് ആൻഡ് വിൻഡോസിൽ പഠിക്കാനുള്ളത്. നോക്കി വെക്കുക, ഇത്രയും ഇമ്പോർട്ടൻ്റ് ടെക്നിക്കൽ ടേംസ് ആണ് നമുക്ക് ഡോസ് ആൻഡ് വിൻഡോസിലായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ടൈപ്പ് ഓഫ് ഡോസ് ആണ്. ടൈപ്പ് ഓഫ് ഡോസ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പറയാം. ടൈപ്പ് ഓഫ് ഡോസ് അല്ലേ, ടൈപ്പ് ഓഫ് ഡോസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ടൈപ്പ് ഓഫ് ഡോസും ടൈപ്പ് ഓഫ് വിൻഡോസും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടൈപ്പ് ഓഫ് ഡോസിൽ ഫസ്റ്റ് ഞാനൊരു ടേം പറയാം അല്ലേ. നമ്മൾ ബാറ്റേൺസ് എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേർട്ടിക്കലി നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബാറ്റേൺസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോറിൽ ഹൊറിസോണ്ടലി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലെഡ്ജേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഡോസിൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു മെമ്പറിനെ നമ്മൾ ബ്രേസസ് എന്നും പറയും. അപ്പോൾ നമ്മൾ ബ്രേസ്ഡ് എന്നുള്ള ടേമും ലെഡ്ജ്ഡ് എന്നുള്ള ടേമും ബാറ്റേൺസ് എന്നുള്ള ടേമും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ ഡോസായിട്ട് പറയാം. അതിൽ ഫസ്റ്റ് വണ്ണ് നോക്കേണ്ടതാണ് ലെഡ്ജ്ഡ് ഡോർ. ലെഡ്ജ്ഡ് ഡോറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. ലെഡ്ജ്ഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡോറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ്ജും അതുപോലെ തന്നെ ബാറ്റേൺസും, ഫ്രെയിം ഇല്ലാതെ ലെഡ്ജും ബാറ്റേൺസും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡോർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഡ്ജ്ഡ് ഡോർ എന്ന് പറയുന്നത്. നമ്മൾ ലെഡ്ജ് പ്ലസ് ബാറ്റേൺസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ ടെമ്പററി വർക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൽ ടെമ്പററി വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ തൽക്കാലത്തേക്ക് നമുക്കൊരു ഡോറിലെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ ഒരു ലെഡ്ജ്ഡ് ഡോർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ അല്ലേ. സെക്കൻഡ് വൺ ലെഡ്ജ് ആൻഡ് ഫ്രെയിംഡ് ഡോറാണ്. ലെഡ്ജ് ആൻഡ് ഫ്രെയിംഡ് ഡോർ അല്ലേ. ലെഡ്ജ് ആൻഡ് ഫ്രെയിംഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ചെന്നെ പറഞ്ഞ പോലെ ലെഡ്ജ് ഉണ്ടാവും, ബാറ്റൺ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രെയിമും ഉണ്ടാവും അല്ലേ. നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ ആ ഡോറിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങും ആയിരിക്കും, ബെറ്റർ അപ്പിയറൻസും ഉണ്ടാവും. അതാണ് ഈ ഒരു ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഉണ്ടാവുക, ലെഡ്ജ് ഉണ്ടാവും പ്ലസ് ബാറ്റൺ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാറ്റൺ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രെയിമും ഉണ്ടാവും അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് തേർഡ് വണ്ണ് നോക്കാനുള്ളതാണ് ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ അല്ലേ. ബ്രേസ്ഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിം പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ ബ്രേസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ എന്ന് പറയുന്നത്. റിജിഡിറ്റി അതുപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ കൂടുതലായിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ബ്രേസസ് ആർ പ്രൊവൈഡഡ് അല്ലേ. ബ്രേസസ് ആർ പ്രൊവൈഡഡ്, അതുപോലെ തന്നെ ഫ്രെയിം പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് അതുപോലെ തന്നെ ബ്രേസ്ഡ് ഡോർസ് നോക്കാനുണ്ട്. അതിൽ നമ്മൾ ലെഡ്ജും പാറ്റേണും ബ്രേസസും ഫ്രെയിമും കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് അതൊക്കെ നമ്മൾ ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലേ. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോറാണ് ഗ്ലേസ്ഡ് ഡോർ അല്ലേ. ഗ്ലേസ്ഡ് ഡോറ്. ഗ്ലേസ്ഡ് ഡോർ. ഗ്ലേസ്ഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലേസ്ഡ് അല്ലെങ്കിൽ സാഷ് ഡോർ എന്ന് പറയും കേട്ടോ. ആൾട്ടർനേറ്റീവ് നെയിംസും കൂടെ നോക്കി വെക്കാം. നമ്മൾ ഗ്ലേസ്ഡ് അല്ലെങ്കിൽ സാഷ് ഡോർ എന്തിനാണ് കൊടുക്കുന്നത്, ഒരുപാട് ലൈറ്റ് അഡ്മിറ്റ് ചെയ്യാൻ അല്ലേ. മോർ ലൈറ്റിന് വേണ്ടിയിട്ടാണ്. ഗ്ലാസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ഈ ഒരു ഗ്ലേസ്ഡ് ഡോർ കൊടുക്കുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ഈ ഒരു ഗ്ലേസ്ഡ് ഡോറിൽ തന്നെ ഫുള്ളി ഗ്ലേസ്ഡ്, പാർഷ്യലി ഗ്ലേസ്ഡ്, പാർഷ്യലി പാനൽഡ് എന്നുള്ള രീതിയിലൊക്കെ നോക്കാനുണ്ട്. നമുക്ക് ഗ്ലേസ്ഡ് ഡോർസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, അഡ്മിറ്റ് മോർ ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഓഫീസ്, ലൈബ്രറി, ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഗ്ലേസ്ഡ് ഡോർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഡോറാണ് ഫ്ലഷ് ഡോർ. ഫ്ലഷ് ഡോർ അല്ലേ, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഡോർ ആയിരിക്കും ഫ്ലഷ് ഡോർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു
ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രെയിം വർക്ക് അല്ലെ, റീൽസും സ്റ്റൈൽസും ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാർഡ്വുഡ് വെച്ചിട്ടോ കവർ ചെയ്യും അല്ലെ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഡോറിനെയാണ് ഫ്ലഷ് ഡോർ എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലഷ് ഡോർ തന്നെ ഫ്രെയിംഡ് ഫ്ലഷ് ഡോറും ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറും ഒക്കെ ഉണ്ട്. അത് ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് അതിൻ്റെ ഇടയിൽ ഗ്ലൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ അതിനെ പ്ലൈവുഡ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ എന്ന് പറയും. ഫ്രെയിംഡ് ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ ഹോളോ സ്പേസ് ആയിരിക്കും. അപ്പം അതാണ് ഫ്രെയിം എന്നുള്ളത് ലാമിനേറ്റഡ് എന്നുള്ളത് ജസ്റ്റ് ആ ഒരു അതൊക്കെ പേര് വെച്ചൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഫ്ലഷ് ഡോർ ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒന്നാണ് ലൂവേർഡ് അല്ലെങ്കിൽ വെനീഷ്യൻ ഡോർ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോറാണ്, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലൂവേർഡ് ഡോർ അല്ലെ, ലൂവേർഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് പിക്ചർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ എന്താണ് ലൂവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലൂവേർഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഇതേപോലെ ഒരു ഡോർ ആണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്നത് അല്ലെ, ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മളിങ്ങനെ വെക്കുന്ന ആ ഒരു ഡോറിൽ നിങ്ങൾ പിക്ചർ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിൽ നമുക്ക് വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു ലൂവേഴ്സ് കൊടുക്കുന്നത് 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമ്മൾ ഈ ഒരു ലൂവേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിലും ഫ്രീ വെന്റിലേഷനും പ്രൈവസിയും ഉണ്ട് അല്ലെ. ഫ്രീ വെന്റിലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈവസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നോക്കി വെക്കുക. വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഫ്രീ വെന്റിലേഷൻ ഉള്ള ഡോർ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ലൂവേർഡ് ഡോറാണ് വരുന്നത്. വിൻഡോന്റെ കേസിൽ നമുക്ക് പറയാനുണ്ട്, അതപ്പം പറയാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കൊളാപ്സിബിൾ അല്ലെ. കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ ആണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോർ തന്നെയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. നമ്മൾ എവിടേക്കാണ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഗോഡൗൺസിലും പബ്ലിക് ബിൽഡിങ്ങിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഡോറാണ് ഈ ഒരു കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ എന്താണ് റോളേഴ്സ് കൊടുക്കും അല്ലേ, അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ റോളേഴ്സ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ആക്ട് ലൈക്ക് കർട്ടൺ ആണ്. നമ്മൾ എന്താണ് എഴുതേണ്ടത്, അഡ്മിറ്റ് മോർ ലൈറ്റ് അല്ലേ, അഡ്മിറ്റ് മോർ ലൈറ്റ് എന്നുള്ളൊരു ടേം ഓർത്ത് വെക്കുക. അഡ്മിറ്റ് മോർ ലൈറ്റ്. അതുപോലെ തന്നെ അഡ്മിറ്റ് മോർ ലൈറ്റ് എപ്പോഴാണ് നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലേക്ക് ലൈറ്റിൻ്റെ പെർമിഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് മോർ ലൈറ്റ് ആൻഡ് എയർ വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് കണ്ടീഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അഡ്മിറ്റ് മോർ ലൈറ്റ് ആൻഡ് എയർ ഇൻ ക്ലോസ്ഡ് കണ്ടീഷൻ അല്ലേ. ദെൻ ക്ലോസ്ഡ് കണ്ടീഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ നമ്മളത് എവിടെയാണ് കൊടുക്കുന്നതെന്നാണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. എവിടെയാണ്, ഷെഡിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, ഗോഡൗൺസ്, പബ്ലിക് ബിൽഡിംഗ് അല്ലേ, പബ്ലിക് ബിൽഡിംഗ് എന്നുള്ളത് നോക്കുക. അതുപോലെ നെക്സ്റ്റ് നോക്കേണ്ട ഒരു ഡോറാണ് റിവോൾവിംഗ് ഡോറ്. റിവോൾവിംഗ് ഡോറ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്നാണ് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഹെവി റഷ് ആയിട്ടുള്ള അല്ലെ, നല്ല തിരക്കുള്ള ഏരിയയിലാണ് നമ്മൾ മാളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഡോറാണ് റിവോൾവിംഗ് ഡോറ്. അപ്പം ഹെവി റഷ് ഏരിയയിലാണ് നമ്മൾ ഈ ഒരു റിവോൾവിംഗ് ഡോർ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും അല്ലേ. അപ്പം എൻട്രൻസും എക്സിറ്റും സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു ടൈപ്പ് ഡോറാണ് റിവോൾവിംഗ് ഡോർ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, റഷ് ഏരിയാസിലാണ് നമ്മൾ റിവോൾവിംഗ് ഡോർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ട നെക്സ്റ്റ് ഡോറാണ് സ്ലൈഡിംഗ് ഡോർ അല്ലേ. സ്ലൈഡിംഗ് ഡോറാണ്. സ്ലൈഡിംഗ് ഡോറ് നമ്മൾ
എവിടെയാണ് കൊടുക്കുന്നതെന്നാണ് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഷോപ്പിലും അതുപോലെ തന്നെ ഷോറൂമിലും ഗോഡൗണിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു സ്ലൈഡിങ് ഡോർ എന്ന് പറയുന്നത് അല്ലേ. കുറച്ച് സ്ഥലം നമുക്ക് മതി അല്ലേ. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഡോർ ആണെങ്കിൽ നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും നമ്മൾ നോർമലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡോർ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ അല്ലേ നമ്മൾ എൻട്രൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഡോർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ കുറച്ചുകൂടെ ആവശ്യമുണ്ട് അല്ലേ. സ്ലൈഡിങ് ആണെങ്കിൽ നമ്മളിപ്പം ഈ ഒരു 2 സ്ലൈഡ് ആണെങ്കിൽ ഇങ്ങോട്ടും 2 സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം എന്താണ് സ്ലൈഡിങ് ഡോറിന്റെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്പേസ് റിക്വയർഡ് ആണ്. സ്മോൾ സ്പേസ് റിക്വയർഡ്. അതുപോലെ തന്നെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യും, പിന്നെ ഷോറൂംസിലൊക്കെ ഉണ്ടാവും, പിന്നെ ഗോഡൗൺസിലും അല്ലേ. ഗോഡൗൺസിലും നമ്മൾ ഈ ഒരു സ്ലൈഡിങ് ഡോറ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിങ് ഡോർ അല്ലേ. സ്വിങ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്പൺ ഇൻ ബോത്ത് ഡയറക്ഷൻ അല്ലേ. 2 ഡയറക്ഷനിലേക്കും ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഡോറാണ് സ്വിങ് ഡോർ എന്ന് പറയുന്നത്. സ്വിങ് ഡോർ അല്ലേ. സ്വിങ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ ബോത്ത് ഡയറക്ഷൻ ആണ്. എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓഫീസ്, ബാങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡോറാണ് സ്വിങ് ഡോർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡോറിന്റെ ടൈപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഡോറും വിൻഡോയും കൂടെ പറഞ്ഞിട്ട് നമുക്കൊരു മൊത്തം പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് വിൻഡോസ് അല്ലെ, ടൈപ്പ് ഓഫ് വിൻഡോസ് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ടൈപ്പ് ഓഫ് ഡോർ ആണ്. നമുക്ക് ടൈപ്പ് ഓഫ് വിൻഡോസ് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് വിൻഡോസ് ആണുള്ളത്? ടൈപ്പ് ഓഫ് വിൻഡോസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ നമുക്ക് കേസ്മെന്റ് വിൻഡോ നോക്കാം അല്ലെ. കേസ്മെന്റ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡോറിനെ പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വിൻഡോസ് അല്ലേ. ഓർഡിനറി വിൻഡോസ് ആണ്. ഓപ്പൺ ലൈക്ക് ഡോർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കേസ്മെന്റ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഡിനറി വിൻഡോസിനെയാണ് നമ്മൾ കേസ്മെന്റ് വിൻഡോ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഓപ്പൺ ലൈക്ക് ഡോർ അല്ലേ. അപ്പൊ അതാണ് കേസ്മെന്റ് വിൻഡോൻ്റെ ഫസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് വൺ നോക്കാനുള്ളത് ഏതാണ്? സെക്കൻഡ് വൺ നോക്കാനുള്ളതാണ് പിവോട്ടഡ് വിൻഡോ അല്ലെ. പിവോട്ടഡ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ സ്വിങ് ഷട്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നോ റിബേറ്റ് ഇൻ ഫ്രെയിം അല്ലേ. നമ്മൾ റിബേറ്റ് കൊടുക്കുന്നില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ പിവോട്ടഡ് വിൻഡോയില് അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കി എഴുതുകയാണെങ്കിൽ ഷട്ടേഴ്സ് ആർ അലൗഡ് ടു സ്വിങ് അറൌണ്ട് ദ പിവോട്ട് എന്നുള്ളത് നോക്കാം. അപ്പം എന്താണ്? ഷട്ടേഴ്സ് are allowed to swing around the pivots അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ പിവോട്ടഡ് വിൻഡോ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നോ റിബേറ്റ് ഇൻ ഫ്രെയിം എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ അല്ലേ, എങ്ങനെയാണ്? ഇതേ രീതിയിൽ ഇങ്ങനത്തെ രീതിയിൽ പിവോട്ടഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പിവോട്ടഡ് വിൻഡോ എന്ന് പറയുന്നത്. ഞാൻ വരച്ച പിക്ചർ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയെന്ന് അറിയില്ല. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം പിവോട്ടഡ് വിൻഡോ പഠിക്കാത്ത ആളുകളുടെ അടുത്താണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നും കൂടെ നോക്കുക. അപ്പം നെക്സ്റ്റ് പിവോട്ടഡ് വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് സ്ലൈഡിങ് വിൻഡോ ആണ്. നമ്മൾ ഡോറിൽ പഠിച്ച പോലെ തന്നെ സ്ലൈഡിങ് വിൻഡോ ആണ്. സ്ലൈഡിങ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷട്ടേഴ്സ് ഇങ്ങനെ മൂവ് ആവുന്നത് അല്ലെ, സ്ലൈഡ് ആവുന്ന ടൈപ്പ് അല്ലെ. അപ്പം അതിനാണ് നമ്മൾ സ്ലൈഡിങ് വിൻഡോ എന്ന് പറയുന്നത്. നമ്മൾ അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും സ്ലൈഡിങ് ഉണ്ടാവുക കേട്ടോ വിൻഡോസിൽ. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾസ് പറയുന്നത് ഏതാണ്? സ്ലൈഡിങ് വിൻഡോന് എക്സാമ്പിൾസ് വരുന്നത് ട്രെയിന്, അതുപോലെ തന്നെ ഷോപ്പ്,
പിന്നെ ബസ്സിലൊക്കെ അല്ലെ, ബസ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ടൈപ്പാണ് സ്ലൈഡിങ് വിൻഡോസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വിൻഡോ ഏതാണ്? ലൂവേർഡ് വിൻഡോ അല്ലെ, നമ്മൾ ഡോറ് പറഞ്ഞപ്പോൾ തന്നെ ലൂവേർഡ് വിൻഡോ വരുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ലൂവേർഡ് വിൻഡോ എന്ന് പറയുന്നത് ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ, ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്ലോസ്ഡ് കണ്ടീഷനിലും എയറും അതുപോലെ തന്നെ വെന്റിലേഷനും എയർ പാസ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈവസി ഉണ്ട്, വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആണ് അല്ലെ. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ലൂവേർഡ് വിൻഡോയില് ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നോക്കേണ്ടത്? ഇഫ് ക്ലോസ്ഡ്, എയർ പാസ്, അതുപോലെ തന്നെ വിഷൻ ഒബ്സ്ട്രക്റ്റ് അല്ലേ. അപ്പം അതാണ് ലൂവേർഡ് വിൻഡോയിൽ നോക്കേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? ഗ്ലേസ്ഡ് ഓർ സാഷ് വിൻഡോ. നമ്മൾ ഡോറിൽ പറഞ്ഞ പോലെ തന്നെ ഗ്ലേസ്ഡ് ഓർ സാഷ് വിൻഡോ ആണ്. അതിലെങ്ങനെയായിരിക്കും? ഗ്ലാസ് പാനൽസ് ആയിരിക്കും അല്ലേ ഉണ്ടാവുക, ഗ്ലാസ് പാനൽസ് ആയിരിക്കും. അതുപോലെ തന്നെ അഡ്മിറ്റ് മോർ ലൈറ്റ് എന്നുള്ളത് നോക്കി വെക്കുക. ഗ്ലാസ് പാനൽസ് ആണ്. അഡ്മിറ്റ് മോർ ലൈറ്റ് അല്ലേ, അഡ്മിറ്റ് മോർ ലൈറ്റ് എന്നുള്ളത് നോക്കുക. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ് കോർണർ വിൻഡോ അല്ലേ. കോർണർ വിൻഡോ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാം കോർണർ വിൻഡോന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്. അപ്പം കോർണർ വിൻഡോസ് പ്രൊവൈഡഡ് ഇൻ കോർണേഴ്സ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് എയർ എൻ്റർ ഇൻ 2 ഡയറക്ഷനിലെ, നമ്മളിപ്പോൾ ഒരു കോർണറിൽ കൊടുക്കുകയാണെങ്കിൽ എയറും ലൈറ്റും ഒക്കെ 2 ഡയറക്ഷനിൽ എൻ്റർ ആവും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കോർണർ വിൻഡോ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് in corners, light and air entered in 2 direction അല്ലേ, 2 ഡയറക്ഷൻ എന്നുള്ളത് നോക്കാം. പിന്നെ നമുക്ക് നോക്കേണ്ട വിൻഡോ ഏതാണ്? ഗേബിൾ വിൻഡോ അല്ലേ. ഗേബിൾ വിൻഡോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ തന്നെയാണ്. നമ്മൾ ഗേബിൾ എൻഡിൽ കൊടുക്കുന്നത് അല്ലെ, പ്രൊവൈഡഡ് ആയിട്ട് ഗേബിൾ വാൾ ആണ്. പ്രൊവൈഡഡ് അറ്റ് ഗേബിൾ വാൾ അല്ലെ, ഗേബിൾ വാളിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോനെയാണ് നമ്മൾ ഗേബിൾ വിൻഡോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിൻഡോ ആണ് ഡോർമർ വിൻഡോ അല്ലെ. ഡോർമർ വിൻഡോ, ഡോർമർ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോർമർ വിൻഡോ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിൻഡോ ആണ്. വേർട്ടിക്കൽ വിൻഡോ ഓൺ സ്ലോപ്പിംഗ് റൂഫ് അല്ലെ, നമ്മൾ സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന വേർട്ടിക്കൽ വിൻഡോനെയാണ് നമ്മൾ ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ കൊടുക്കുക? വേർട്ടിക്കൽ അല്ലെങ്കിൽ എന്താണ്? വേർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡഡ് ഇൻ സ്ലോപ്പിംഗ് റൂഫ് അല്ലെ. സ്ലോപ്പിംഗ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോനെയാണ് നമ്മൾ ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ബേ വിൻഡോ അല്ലെ. ബേ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിൻഡോ അല്ലെ. നമ്മളിതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അത് അവിടത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെ, അപ്പം ആ ഒരു വിൻഡോനെയാണ് നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്നത്. എന്താണ്? പ്രൊജക്റ്റ് ഔട്ട്സൈഡ് ഓഫ് എക്സ്റ്റേണൽ വാൾ അല്ലെ, എക്സ്റ്റേണൽ വാളാണ്. അതുപോലെ തന്നെ അഡ്മിറ്റ് മോർ ലൈറ്റ് എന്നുള്ളത് ഇവിടെ ഓർത്ത് വെക്കുക, അഡ്മിറ്റ് മോർ ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ് വെന്റിലേഷൻ ആൻഡ് ഇംപ്രൂവ് അപ്പിയറൻസ് അല്ലെ. പ്രൊവൈഡ് വെന്റിലേഷൻ ആൻഡ് ഇംപ്രൂവ് അപ്പിയറൻസ്. അപ്പം ഇതാണ് നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ക്ലറസ്റ്ററി വിൻഡോ ആണ്. വിൻഡോയിൽ നോക്കാനുള്ള വേറെ ഒന്നാണ് ക്ലറസ്റ്ററി വിൻഡോ. ക്ലറസ്റ്ററി വിൻഡോ അല്ലെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ്. ക്ലറസ്റ്ററി വിൻഡോ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ടോപ്പാണ് അല്ലെ. നമ്മളൊരു മെയിൻ റൂഫിന്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലറസ്റ്ററി വിൻഡോ എന്ന് പറയുന്നത്. എവിടെയാണ് കൊടുക്കുക? ടോപ്പ് ഓഫ് മെയിൻ റൂഫിലാണ് നമ്മൾ ഈ ഒരു ക്ലറസ്റ്ററി വിൻഡോ നമ്മൾ കൊടുക്കുന്നത്.
ഇപ്പം പ്രൊവൈഡ് വെന്റിലേഷൻ ടു ദ ഇൻസൈഡ് റൂമിൽ നമ്മൾ റൂമിന് വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലൈറസ്റ്ററി വിൻഡോ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് വെന്റിലേഷൻ ടു ദ ഇൻസൈഡ് റൂം അല്ലെ. ഇൻസൈഡ് റൂമിൽ വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നോക്കി വെക്കുക. അപ്പൊ നമ്മൾ വിൻഡോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡോറ് പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണല്ലേ വിൻഡോയും. അപ്പം ഡോറ് പറഞ്ഞു, അതുപോലെ തന്നെ വിൻഡോ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റർ അല്ലേ. വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സ്മോൾ ഹൈറ്റിൽ കൊടുക്കുന്നതാണ് അല്ലേ. സ്മോൾ ഹൈറ്റിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. വെന്റിലേറ്ററും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡോസ് ആൻഡ് വിൻഡോന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വെന്റിലേറ്റർ അല്ലേ. വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ഓഫ് സ്മോൾ ഹൈറ്റ് ആണ് അല്ലേ. വിൻഡോസ് ഓഫ് സ്മോൾ ഹൈറ്റ് അല്ലേ. വിൻഡോസ് ഓഫ് സ്മോൾ ഹൈറ്റിനെയാണ് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാം അല്ലേ. ഡോസ് ആൻഡ് വിൻഡോസിന്റെ സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോസ് ആൻഡ് വിൻഡോസ് എന്താണ് നമ്മൾ പറഞ്ഞത്. ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ആണ്. അതുപോലെ തന്നെ gives access to the structures ആണല്ലേ നമ്മൾ ഡോർസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വിൻഡോന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഡേ ലൈറ്റ്, അതുപോലെ തന്നെ വിഷൻ ആൻഡ് വെന്റിലേഷൻസ് ആണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മിനിമം വിഡ്ത്ത് അല്ലേ. മിനിമം വിഡ്ത്ത് ഓഫ് ഇന്റീരിയർ ഡോറിൻ്റെതാണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ 80 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അല്ലേ. എക്സ്റ്റേണൽ ആണെങ്കിൽ മിനിമം വിഡ്ത്ത് ഓഫ് ഡോറിൻ്റെ അത് വരുന്നത് 1 മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ പബ്ലിക് ബിൽഡിങ്ങിന്റെ കേസസിലേക്ക് വരുന്ന സമയത്ത് മിനിമം വിഡ്ത്ത് 1.2 മീറ്ററും ഹൈറ്റ് 2.1 മീറ്ററും ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വിൻഡോൻ്റെത് അല്ലേ. വിൻഡോന്റെ ബ്രെഡ്ത്ത് വരുന്നത് 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് ദ റൂം പ്ലസ് ഹൈറ്റ് ഓഫ് ദ റൂം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കി അല്ലേ. ടെക്നിക്കൽ ടേംസിൽ എന്താണ്, ഫ്രെയിം നമ്മൾ പറഞ്ഞു. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് സപ്പോർട്ട് അല്ലേ. ആ ഒരു വെർട്ടിക്കൽ സപ്പോർട്ട് ഓഫ് ദ ഡോർസ് ഓർ വിൻഡോസിനെ നമ്മൾ ഫ്രെയിം എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, റിബേറ്റ് പറഞ്ഞു. ഡിപ്രഷൻ ഓർ റിസർച്ച് അല്ലെ. റിസർച്ച് ഫോർ ടു റിസീവ് ഡോറിനെ ആണെങ്കിൽ നമ്മൾ റിബേറ്റ് എന്ന് പറയും. പിന്നെ മുള്ളിയൻ ട്രാൻസം പറഞ്ഞു. മുള്ളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ അല്ലെ. നമ്മൾ ഡോസ് ആൻഡ് വിൻഡോസിനെ ഡിവൈഡ് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ മുള്ളിയം എന്ന് പറയുന്നത്. ട്രാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ അല്ലെ, അതിനെയാണ് നമ്മൾ ട്രാൻസം എന്ന് പറഞ്ഞത്. പിന്നെ റിവീൽ പറഞ്ഞു. റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് ഡോർസ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ് അല്ലെ, ഇതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ റെയിൽ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ റെയിൽ എന്ന് പറഞ്ഞത്. അതിൽ ടോപ്പ് റെയിൽ ഉണ്ട്, ബോട്ടം റെയിൽ ഉണ്ട്, ഇന്റർമീഡിയറ്റ് റെയിൽ ഉണ്ട്, ലോക്ക് റെയിൽ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കുക. പിന്നെ നമ്മൾ പാനൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ ടെക്നിക്കൽ ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് പിന്നെ നമ്മൾ ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ടൈപ്പ് ഓഫ് ഡോർസ് ആണ് അല്ലേ. ടൈപ്പ് ഓഫ് ഡോർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്, ലെഡ്ജ്ഡ് ഡോറ് പറഞ്ഞു, അതുപോലെ തന്നെ ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോറ് പറഞ്ഞു. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഗ്ലേസ്ഡ് ഓർ സാഷ് ഡോർ പറഞ്ഞു അല്ലേ. അഡ്മിറ്റ് മോർ ലൈറ്റ് അഡ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലേസ്ഡ് ഓർ സാഷ് ഡോർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലഷ് ഡോർ അല്ലേ. ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലൈവുഡ്സ് ഒക്കെ വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് പ്ലൈവുഡ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഹാർഡ് വുഡ്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാക്കുന്ന ഡോർസിന് നമ്മൾ ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞു അല്ലേ. ക്ലാസിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂവേർഡ് ഡോർ അല്ലേ. ലൂവേർഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ് ഫ്രീ വെന്റിലേഷൻ ആണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രീ വെന്റിലേഷൻ ഉണ്ടാവും, പ്രൈവസി ഉണ്ടാവും, അതുപോലെ തന്നെ വിഷൻ ഒബ്സ്ട്രക്റ്റഡും ആയിരിക്കും. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ നോക്കുക. അത് എവിടെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസും ഗോഡൌൺസിലും പബ്ലിക് ബിൽഡിങ്സിലുമാണ് നമ്മൾ കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിവോൾവിംഗ് ഡോർ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, റിവോൾവിംഗ് ഡോർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി ഏരിയസിലെ മാള് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിവോൾവിംഗ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലൈഡിംഗ് ഡോർ പറഞ്ഞു. സ്ലൈഡിംഗ് ഡോർ നമ്മൾ ഷോപ്പിലും ഷോറൂംസിലും ഗോഡൌൺസിലും ഒക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വിംഗ് ഡോർ ആണെങ്കിൽ നമ്മൾ ഓഫീസ് ബാങ്ക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിൻഡോസിലായിരുന്നു അല്ലേ. വിൻഡോസും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ കേസ്മെന്റ് വിൻഡോ എന്ന് പറഞ്ഞു. നമ്മൾ ഡോറിനെ പോലെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് വിൻഡോസ് അല്ലേ, അതിന് നമ്മൾ കേസ്മെന്റ് വിൻഡോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലൂവേർഡ് വിൻഡോ പഠിച്ചു. അതേ സെയിം നമ്മൾ ഡോറിലുള്ള പോലെ തന്നെ ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈമിൽ എയർ പാസ് ചെയ്യുന്ന വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു വിൻഡോനെയാണ് നമ്മൾ ലൂവേർഡ് വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെറ്റൽ വിൻഡോ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. പബ്ലിക് ബിൽഡിങ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് ആണ് മെറ്റൽ വിൻഡോ എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു കോർണർ വിൻഡോ അല്ലേ. നമ്മൾ കോർണേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോസിനെയാണ് കോർണർ വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗേബിൾ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേബിൾ വാളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോസ് അല്ലേ. പിന്നെ ഡോർമർ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ വിൻഡോ ഓൺ സ്ലോപ്പിംഗ് റൂഫിനെയാണ് നമ്മൾ ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ ബേ വിൻഡോ അല്ലേ. ബേ വിൻഡോ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ഔട്ട്സൈഡ് എക്സ്റ്റേണൽ വാളാണ്. അഡ്മിറ്റ് മോർ ലൈറ്റ്, പ്രൊവൈഡ് വെന്റിലേഷൻ ആൻഡ് ഇംപ്രൂവ് അപ്പിയറൻസ്. ഈ കാര്യങ്ങൾ കറക്റ്റ് തന്നെ മനസ്സിലാക്കി വെക്കുക, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്ലറസ്റ്ററി വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ഓഫ് ദ മെയിൻ റൂഫിൽ നമ്മൾ കൊടുക്കുന്നതിൽ അതാണ് ക്ലറസ്റ്ററി വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു. വെന്റിലേറ്റർ എന്തായിരുന്നു, നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്മോൾ വിൻഡോ അല്ലെ, സ്മോൾ വിൻഡോനെയാണ് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിൻഡോ സ്മോൾ ഹൈറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോസിൽ നോക്കാനുള്ളത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമുക്ക് റൂഫും കൂടെ നോക്കാനുണ്ട് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റൂഫും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. റൂഫിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നെക്സ്റ്റ് റൂഫ് അല്ലേ. റൂഫാണ് പറയുന്നത്. റൂഫ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എന്താണ്, നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ അപ്പർ പാർട്ടാണ് അല്ലേ. അപ്പർ പാർട്ടിനെയാണ് നമ്മൾ റൂഫ് എന്ന് പറയുന്നത്. എന്തിൽ നോക്കാം, നമുക്ക് റെയിനിൽ നിന്ന്, ഹീറ്റിൽ നിന്ന്, സ്നോ, വിൻഡ്, ഇതിൽ നോക്കാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിട്ട് അല്ലേ നമ്മൾ സ്ട്രക്ചറിൽ കൊടുക്കുന്ന ഒരു അപ്പർ ഫ്രെയിം വർക്കിലെ അപ്പർ കവറിങ്ങിനെയാണ് നമ്മൾ റൂഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ റൂഫിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ, നമ്മൾ എക്സാമിന് നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ള റൂഫിലെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മെയിൻ ആയിട്ട് റൂഫിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫ് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫ് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫിൽ ഫസ്റ്റ് വരുന്നതാണ് പിച്ച്ഡ് റൂഫ് അല്ലേ. പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫ് തന്നെ അല്ലേ. പിച്ച്ഡ് റൂഫാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസ്ഡ് ഇൻ ദ പ്ലേസസ് വേർ റെയിൻഫാൾ ഓർ സ്നോ ഫാൾ ഈസ് ഹെവി അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. റെയിൻഫാൾ ആൻഡ് സ്നോഫാൾ ഹെവി ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്, ഫ്ലാറ്റ് അല്ലേ. ഫ്ലാറ്റ് ഓർ ടെറസ് റൂഫ് എന്ന് പറയും. എന്താണ്, നമ്മൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോഡറേറ്റ് റെയിൻഫാൾ ഉള്ള ഏരിയയിൽ അല്ലേ. മോഡറേറ്റ് റെയിൻഫാൾ ഉള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുന്നത്. മോഡറേറ്റ് റെയിൻഫാൾ ഉള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. മോഡറേറ്റ് റെയിൻഫാൾ ഉള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വൺ ആണ് കേർവ്ഡ് റൂഫ് അല്ലേ. കേർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സർഫസ് കേർവ്ഡ് ആയിട്ടുള്ള അല്ലേ. എക്സാമ്പിൾ ഡോം ഒക്കെ അല്ലേ, ടോപ്പ് സർഫസ് കേർവ്ഡ് ആയിരിക്കും, ഇങ്ങനെ കേർവ്ഡ് ആയിരിക്കും അല്ലേ. ഡോം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ടോപ്പ് സർഫസ് കേർവ്ഡ് ആയിട്ടുള്ള റൂഫിനെയാണ് നമ്മൾ കേർവ്ഡ് റൂഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഡോം, നോക്കി വെക്കുക. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ അല്ലേ. ഇനി നമുക്ക് ഇതിൽ പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലേ. നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിച്ച്ഡ് ആൻഡ് ഫ്ലാറ്റ് റൂഫിന്റെ ക്ലാസിഫിക്കേഷനിൽ കപ്പിൾ ക്ലോസ്ഡ്, കോളാർ അല്ലേ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രസ്സസ് ഇൻ പിച്ച്ഡ് റൂഫ് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ റൂഫ് കവറിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് പിച്ച്ഡ് റൂഫ് അല്ലേ. പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കേണ്ടത്. പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ്, റൂഫിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ പിച്ച്ഡ് ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, കേർവ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതിൽ നമ്മൾ പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പിച്ച്ഡ് റൂഫ്. പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ സിംഗിൾ റൂഫ് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഓർ പർലിൻ റൂഫ് ഉണ്ട്, അതുപോലെ തേർഡ് വൺ ഏതാണ് വരുന്നത്, ട്രസ്ഡ് റൂഫ് അല്ലേ. ട്രസ്ഡ് റൂഫും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് വരുന്നത് സിംഗിൾ റൂഫാണ് അല്ലേ. സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാണ് പറഞ്ഞത്, സിംഗിൾ റൂഫ് അല്ലേ.
സിംഗിൾ റൂഫിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞാൽ? സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റാഫ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കൽ ടേംസിൽ തന്നെ വരുന്നതാണ്. റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫ്റ്റേഴ്സ് പറയുന്നതിൻ്റെ മുന്നേ റിഡ്ജും അതുപോലെ തന്നെ ഈവ്സും ഞാൻ പറയാം. റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ മോസ്റ്റ് എഡ്ജ് ഓഫ് ദ റൂഫാണ്. റൂഫിൻ്റെ അപ്പർ മോസ്റ്റ് എഡ്ജ് ഓഫ് ദ റൂഫിനെ നമ്മൾ റൂഫ് റിഡ്ജ് ലൈൻ എന്ന് പറയും. അതുപോലെ തന്നെ ഈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് എഡ്ജ് ഓഫ് ദ റൂഫ് അല്ലേ? ലോവസ്റ്റ് എഡ്ജ് ഓഫ് ദ റൂഫാണ് ഈവ്സ് എന്ന് പറയുന്നത്. അപ്പം റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം റിഡ്ജ് ടു ഈവ്സ് ആണ്. റിഡ്ജ് ടു ഈവ്സ് എക്സ്റ്റെൻഡ് ആവുന്ന ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് സിംഗിൾ റൂഫ് എന്ന് പറയേണ്ടിയിട്ട് ആ ഒരു ബേസിക്കൽ ടെക്നിക്കൽ ടേം പറഞ്ഞതാണ്. സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റാഫ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്ററിൽ ലിമിറ്റ് ആയിരിക്കും. എന്താണ് സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഓൺലി കണ്ടെയ്ൻ റാഫ്റ്റേഴ്സ്, അതുപോലെ തന്നെ സ്പാൻ ലിമിറ്റഡ് ടു 5 മീറ്റർ. അപ്പോൾ ഈ ഒരു സിംഗിൾ റൂഫിന് ഏതൊക്കെയാണല്ലേ സിംഗിൾ റൂഫ് എന്ന് പറയുന്നത്? അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇത് എക്സാമിന് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സിംഗിൾ റൂഫിൽ ഫസ്റ്റ് വണ്ണാണ് ലീൻ ടു റൂഫ്. ലീൻ ടു റൂഫ്. സെക്കൻഡ് വൺ എന്താണ്? കപ്പിൾ റൂഫ്. തേർഡ് വൺ എന്താണ്? കപ്പിൾ ക്ലോസ് റൂഫ്. ഫോർത്ത് വൺ എന്താണ്? കോളർ റൂഫ്. കോളർ ബീം റൂഫ്. ഫിഫ്ത്ത് വൺ എന്താണ്? കോളർ ആൻഡ് സിസർ റൂഫ്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ സ്പാന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു പോവാം. ഫസ്റ്റ് ലീൻ ടു റൂഫിൽ ലീൻ ടു റൂഫിൻ്റെ സ്പാന് വരുന്നത് അപ് ടു 2.4 മീറ്റർ വരെയാണ് ലീൻ റൂഫിൻ്റെ സ്പാന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണ് കപ്പിൾ റൂഫ് അല്ലേ? കപ്പിൾ റൂഫ് വരുന്ന സമയത്ത് എത്രയാണ് സ്പാന് വരുന്നത്? കപ്പിൾ റൂഫിൻ്റെ സ്പാന് വരുന്നത് 3.6 മീറ്റർ ആണ്. പിന്നെ കപ്പിൾ ക്ലോസ് റൂഫ് ആണെങ്കിൽ അതിൻ്റെ സ്പാന് വരുന്നത് 4.2 മീറ്റർ ആണ്. പിന്നെ നമുക്ക് കോളാർ ബീം റൂഫ് അല്ലേ? കോളാർ ബീം റൂഫിൻ്റെ സ്പാന് വരുന്നത് 4.8 മീറ്റർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ കോളാർ സിസർ റൂഫ് അല്ലേ? കോളാർ സിസർ റൂഫ് എന്ന് പറഞ്ഞാൽ ഇത് സിമിലർ ടു കോളാർ ബീം റൂഫ് തന്നെയാണ്. പക്ഷെ അതിലിങ്ങനെ ഒരു ക്രോസിങ് കൊടുക്കും അല്ലേ? ക്രോസിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് കോളാർ സിസർ റൂഫിൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സ്പാന് വരുന്നത് 4.8 മീറ്റർ തന്നെയാണ്. അപ്പം ഇതിലധികം സ്പാന് തന്നെയാണ് എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കി വെക്കുക. അതുപോലെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡബിൾ ഓർ പർലിൻ റൂഫ് അല്ലേ? ഇതിൻ്റെ സ്പാനും വരുന്നത് 4.8 മീറ്റർ തന്നെയാണ്. അത് നോക്കുക. പിന്നെ നമുക്കിവിടെ തേർഡ് വണ്ണ് പറഞ്ഞിട്ടുള്ള ട്രസ്ഡ് റൂഫ് അല്ലേ? ട്രസ്ഡ് റൂഫിലും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ട്രസ്ഡ് റൂഫ് അല്ലേ? ട്രസ്ഡ് റൂഫ് ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ട്രസ്ഡ് റൂഫ്. ട്രസ്ഡ് റൂഫിൽ വരുന്നത് ഏതൊക്കെയാണ്? ട്രസ്ഡ് റൂഫിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇതിൽ ഫസ്റ്റ് വണ്ണാണ്. അതായത് നമ്മൾ ട്രസ്ഡ് റൂഫ് കൊടുക്കുന്നത് സ്പാന് ഗ്രേറ്റർ ദാൻ 4.8 മീറ്റർ വരുമ്പോഴാണ് കേട്ടോ. നമ്മൾ ട്രസ്ഡ് റൂഫ് കൊടുക്കുന്നത് എപ്പോഴാണ്? സ്പാന് ഗ്രേറ്റർ ദാൻ 4.8 മീറ്റർ വരുന്ന സമയത്താണ് നമ്മൾ ട്രസ്ഡ് റൂഫ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ ട്രസ്ഡ് റൂഫ് നമ്മൾ കൊടുക്കുക സ്പാന് ഗ്രേറ്റർ ദാൻ 4.8 മീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം ഈ ഒരു ട്രസ്ഡ് റൂഫിൽ വരുന്ന സബായിട്ട് വരുന്ന റൂഫുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? അതിൽ ഫസ്റ്റ് വണ്ണ് നോക്കാനുള്ളതാണ് കിങ് പോസ്റ്റ്. കിങ് പോസ്റ്റ് ഡ്രസ്സാണ്. കിങ് പോസ്റ്റ് ഡ്രസ്സ് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെയും സ്പാന് തന്നെയാണ് നോക്കാനുള്ളത്. സ്പാന് വരുന്നത് 5 to 8 മീറ്റർ ആണെങ്കിലാണ് നമ്മൾ കിങ് പോസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. കിങ് പോസ്റ്റ് ഡ്രസ്സിൽ അതുപോലെ തന്നെ എന്താണ് ഉണ്ടാവുക? ഇതുപോലെ ആണ് നമ്മൾ കിങ് പോസ്റ്റ് ഡ്രസ്സ് ഉണ്ടാവുക. ഇതിന് നമ്മൾ ടൈ ബീം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെമ്പറിന് നമ്മൾ സ്ട്രട്ട് എന്നും പറയും. അപ്പം ഈ ഒരു സ്ട്രട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രട്ട് എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻഡ് മെമ്പറാണ്. അതുപോലെ തന്നെ കംപ്രഷൻ മെമ്പറുമാണ് അല്ലേ? ഇത് കംപ്രഷൻ മെമ്പറാണ്. അതുപോലെ തന്നെ ടൈ ബീം എന്ന് പറയുന്നത് ഒരു ടെൻഷൻ മെമ്പറാണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു
ബീം ഈ ഒരു റൂഫിന്റെ ക്ലാസിഫിക്കേഷനിൽ ട്രസ്ഡ് റൂഫിൽ സെക്കൻഡ് വൺ വരുന്നതാണ് ക്യൂൻ പോസ്റ്റ് ട്രസ്. ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയും സ്പാൻ ആണ് നോക്കാനുള്ളത്. സ്പാൻ 8 to 12 മീറ്റർ ആണ് ക്യൂൻ പോസ്റ്റ് ട്രസ്സിൽ സ്പാൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് ഉണ്ടാവുക. ഇതേ രീതിയിൽ 2 വെർട്ടിക്കൽ മെമ്പർ ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെ പിക്ചർ വരിക. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ സ്ട്രെയിനിങ് സില്ല്, ബോട്ടത്തിലുള്ളതിന് സ്ട്രെയിനിങ് സില്ലെന്നും ടോപ്പിലുള്ളതിന് സ്ട്രെയിനിങ് ബീമും ആണ് പറയുക. ബീം ഇതിനെ നമ്മൾ ക്യൂൻ പോസ്റ്റ് എന്ന് പറയും. അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ തേർഡ് വണ്ണ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മൻസാർഡ് റൂഫാണ്. മൻസാർഡ് റൂഫ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ട്രസ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ് ആണ് കേട്ടോ വരിക. കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ്. എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാവുക? കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മുകളിൽ വരുന്നത് കിങ് പോസ്റ്റ് ആയിരിക്കും, താഴെ വരുന്നത് ക്യൂൻ പോസ്റ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മൻസാർഡ് റൂഫ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിലുള്ള പിച്ച് 30 to 40 ഡിഗ്രി ആണ്. ബോട്ടത്തിലുള്ള പിച്ച് വരുന്നത് എത്രയാണ്? 60 to 70 ഡിഗ്രി ആണ് വരുന്നത്, നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ പോർഷനിൽ കിങ് പോസ്റ്റിൽ അപ്പറിൽ കിങ്ങും അതുപോലെ തന്നെ ലോവറിൽ ക്യൂനുമാണെന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് ഫോർത്ത് വണ്ണ് നോക്കാനുള്ളതാണ് ട്രങ്കേറ്റഡ് ട്രസ്. ട്രങ്കേറ്റഡ് ഡ്രസ്സാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സീലിങ്ങിലൊക്കെ റൂഫ് എക്സ്ട്രാ പ്രിഫർ ചെയ്യല്ലോ. ആ ഒരു സമയങ്ങളിലാണ് നമ്മൾ ഈ ഒരു ട്രങ്കേറ്റഡ് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിമിലർ ടു മൻസാർഡ് ഡ്രസ്സ് തന്നെയാണ്, അതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ടോപ്പിലൊരു ജെൻറ്റിൽ സ്ലോപ്പ് ഉണ്ടാവും. ഇതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒരു ജെൻറ്റിൽ സ്ലോപ്പ് ഉണ്ടാവും. അപ്പം ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ട്രങ്കേറ്റഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ടോപ്പിലൊരു സ്ലോപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. പിന്നെ നമുക്ക് ഫിഫ്ത്ത് വണ്ണ് നോക്കേണ്ടത് എന്താണ്? ഫിഫ്ത്ത് വണ്ണ് നോക്കുന്നതാണ് ബെൽഫാസ്റ്റ് ഡ്രസ്സ് അല്ലേ. ബെൽഫാസ്റ്റ് ഡ്രസ്സ് ഓർ ബോസ്ട്രിങ് ഡ്രസ്സ് എന്നൊക്കെ പറയും അല്ലേ. അപ്പം അത് നോക്കി വെക്കുക. ഇതിൻ്റെ സ്പാന് വരുന്നത് ലോങ് സ്പാൻ ആയിരിക്കും. അപ്പം സ്പാൻ അപ് ടു 30 മീറ്റർ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ടോപ്പ് കോഡ് കേർവ്ഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ലൈറ്റ് റൂഫ് കവറിങ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ സിക്സ്ത് വണ്ണാണ് സ്റ്റീൽ ഡ്രസ്സ്. സ്റ്റീൽ ഡ്രസ്സ് എവിടെയാണ് നമ്മൾ കൊടുക്കുക? സ്പാന് ഗ്രേറ്റർ ദാൻ 12 മീറ്റർ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ സ്റ്റീൽ ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ഫ്ലാറ്റ് റൂഫ് എന്ന് പറഞ്ഞാലോ, ഫ്ലാറ്റ് റൂഫ് ഇപ്പം നമ്മൾ പിച്ചഡ് റൂഫാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫ്ലാറ്റ് റൂഫ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പാണ് കേട്ടോ. ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഉണ്ടാവുമോ നിങ്ങൾ ചിന്തിക്കും. സ്ലോപ്പ് ഉണ്ടാവും. സ്ലോപ്പ് ലെസ് ദാൻ 10 ഡിഗ്രി എന്നുള്ള ഈ ഒരു 10 ഡിഗ്രി എന്നുള്ളത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കേർവ്ഡ് റൂഫ് നോക്കിയാലോ. കേർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതിൽ കേർവ്ഡ് ഷേപ്പിൽ എക്സാമ്പിൾസ് വരുന്നത് എന്തൊക്കെയാണ്? ഡോംസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാരൽ വോൾട്ട് റൂഫ് അല്ലേ. ബാരൽ വോൾട്ട് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സർക്കുലർ ബ്രിക്ക് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റൂഫാണ് കേട്ടോ. അപ്പം പിക്ചേഴ്സ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആവും, ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കേർവ്ഡ് റൂഫിൽ വരുന്നതാണ് നോർത്ത് ലൈറ്റ് ഷെൽ റൂഫ് എന്നൊക്കെ ഉള്ളത്. അപ്പം ജസ്റ്റ് ഈ ഒരു കേർവ്ഡ് റൂഫിൽ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന
വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൂഫാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഏരിയ ആണ് റൂഫ് കവറിങ് അല്ലേ. റൂഫ് കവറിങ് ആണ്. ഏതൊക്കെ റൂഫ് കവറിങ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. റൂഫ് കവറിങ്ങിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് താച്ച് ഉണ്ട്, പിന്നെ ടൈല് വെച്ച് നമ്മൾ റൂഫ് കവർ ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഷിംഗിൾ വെച്ചിട്ട് നമ്മൾ റൂഫ് കവർ ചെയ്യുന്നതാണ്. ഒരു ഷിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹില്ലി ഏരിയാസിൽ ഈസിലി ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഷിംഗിൾ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഫോർത്ത് വൺ ഏതാണ്? സ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ പഠിച്ച സമയത്ത് സ്ലേറ്റ് റൂഫിന് യൂസ് ചെയ്യുന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ AC ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ്പെറ്റോസ് സിമെന്റ് കോറഗേറ്റഡ് ഷീറ്റാണ്. ആസ്പെറ്റോസ് സിമെന്റ് കോറഗേറ്റഡ് ഷീറ്റാണ് കേട്ടോ. എക്സ്പാൻഷൻ നോക്കി വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോറഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഉണ്ട്. കോറഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ അല്ലേ. ഇതൊക്കെ റൂഫ് കവറിങ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? റബ്ബറോയിഡ് അല്ലേ. അതൊരു വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റൂഫ് കവറിങ് ആണ്. ജസ്റ്റ് ഇതിൻ്റെ പേരുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ റൂഫ് ആയിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൂഫിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് റൂഫ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫ് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിച്ച്ഡ് റൂഫും അതുപോലെ തന്നെ ഫ്ലാറ്റ് റൂഫും കേർവ്ഡ് റൂഫും എന്ന് പറഞ്ഞു. അതിൽ പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഏതൊക്കെയാണ് പിച്ച്ഡ് റൂഫിന്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സിംഗിൾ റൂഫ്, ഡബിൾ ഓർ പേർലിംഗ് റൂഫ്, ട്രസ്ഡ് റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സിംഗിൾ റൂഫ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റാഫ്റ്റേഴ്സ് മാത്രമുള്ളതിന് നമ്മൾ ഈ ഒരു സിംഗിൾ റൂഫ് എന്ന് പറഞ്ഞിട്ട് പറയും. സിംഗിൾ റൂഫിൽ പിന്നെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണ് സിംഗിൾ റൂഫിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലീൻഡ് റൂഫ്, കപ്പിൾ റൂഫ്, കപ്പിൾ ക്ലോസ് റൂഫ്, കോളാർ ബീം റൂഫ്, കോളാർ സിസർ റൂഫ് അല്ലേ. ഇതിൽ ഓരോന്നിന്റെ സ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീൻഡ് റൂഫിന്റെ സ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2.4 മീറ്റർ ആണ്. കപ്പിൾ റൂഫിന്റെ സ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3.6 മീറ്റർ ആണ്. കപ്പിൾ ക്ലോസ് റൂഫിന്റെ സ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4.2 മീറ്റർ ആണ്. കോളാർ ബീമിൻ്റെതാണെങ്കിൽ 4.8 മീറ്റർ. അതുപോലെ തന്നെ കോളാർ സിസറിൻ്റെതാണെങ്കിൽ 4.8 മീറ്റർ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ഓപ്പേർലിൻ റൂഫിൻ്റെത് നമ്മൾ പറഞ്ഞു സ്പാൻ അപ് ടു 4.8 മീറ്റർ വരെയുള്ളതാണ് നമ്മൾ ഡബിൾ ഓപ്പേർലിൻ റൂഫ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രസ്ഡ് റൂഫ് പറഞ്ഞു അല്ലേ. ട്രസ്ഡ് റൂഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? സ്പാൻ ഗ്രേറ്റർ ദാൻ 4.8 മീറ്റർ വരുന്ന സമയത്താണ് നമ്മൾ ട്രസ്ഡ് റൂഫ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു കിങ് പോസ്റ്റ് ട്രസ്, മൻസാർഡ് ട്രസ്, ട്രങ്കേറ്റഡ്, ബെൽഫാസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റീൽ, കോമ്പോസിറ്റ് ട്രസ്സസ് അല്ലേ. അതിൽ കിങ് പോസ്റ്റ് ട്രസ്സും ക്യൂൻ പോസ്റ്റ് ട്രസ്സും അധികം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ സ്പാൻ തന്നെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. കിങ് പോസ്റ്റ് ട്രസ് ആണെങ്കിൽ 5 to 8 മീറ്റർ ആണ് സ്പാൻ വരിക. ക്യൂൻ പോസ്റ്റ് ട്രസ് ആണെങ്കിൽ വരിക 8 to 12 മീറ്റർ ആണ് സ്പാൻ വരിക. പിന്നെ അതിലുള്ള ടെൻഷൻ മെമ്പറും കംപ്രഷൻ മെമ്പറും നോക്കി വെക്കുക. പിന്നെ മൻസാർഡ് റൂഫ് ട്രസ്സിന്റെ മുകളിൽ ഏതാണ് താഴെ ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മുകളിൽ നമ്മൾ കിങ് പോസ്റ്റ് ട്രസ് ആണ്, താഴെ നമ്മൾ ക്യൂൻ പോസ്റ്റ് ട്രസ് ആണ് കൊടുക്കുക എന്നുള്ളത് നോക്കി വെക്കുക. അതിന്റെ സ്ലോപ്പും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിൽ 30 to 40, അതുപോലെ തന്നെ ബോട്ടത്തിൽ 60 to 70 ആണല്ലേ സ്ലോപ്പ് വരുന്നത്, പിച്ച് വരുന്നത്. പിന്നെ ട്രങ്കേറ്റഡ് ട്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബെൽഫാസ്റ്റ് ട്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പാൻ അപ് ടു 30 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റീൽ ട്രസ് ആണെങ്കിൽ സ്പാൻ ഗ്രേറ്റർ ദാൻ 12 മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലാറ്റ് റൂഫിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് അതിന്റെ സ്ലോപ്പ് ലെസ് ദാൻ 10 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേർവ്ഡ് റൂഫ് നമ്മൾ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂഫ് കവറിംഗ് മെറ്റീരിയൽസ് നോക്കി താച്ച്, ടൈല്, ഷിംഗിൾ, സ്ലേറ്റ്, AC ഷീറ്റ്, കോറഗേറ്റഡ് ഗാൽവനൈസ്ഡ് ഷീറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം പറ്റുന്ന ഏരിയാസ് കവർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഈ ഒരു റിവിഷൻ സെക്ഷൻ അറ്റൻഡ് ചെയ്യാനും നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.